ഹോട്ടലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരു ഹായ, ഒരായിരം ഹായ്. നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി. എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിതാണ് അറിയേണ്ടത്. You are a character and you've won it by yourself. So എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം അതില്. എനിക്ക് നടികരനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേട്ടൻ എന്നാ അടിച്ചു കഴിഞ്ഞ് ന്യൂസ് അടിക്കാൻ പറയടാ, നീ അടിക്കണല്ല. നടികരനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും, അല്ല മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടനെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും ആലഞ്ചേട്ടൻ, അനുവേട്ടൻ എന്ന് പറഞ്ഞ അവിടെ അനുവേട്ടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയോ പാട്ടാകാൻ പറ്റിയതില് അതൊരു നടികരുടെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടന്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, ആദ്യം ആൾക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശി പടറ, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശി പടറ, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പൊ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. പിന്നെ രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ, അല്ലേ? എന്തായാലും ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തില്. അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അതെ, ആണല്ലേ? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണുക. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോ നമ്മള് ജീൻചേട്ടന്റെ മൂവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ കയറി വരുന്ന ഒരു മുഖമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബാലു, ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരുണ്ടാവില്ലേ, അതാണ് ബാലു. ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്, ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികർ വിശേഷം? ഹലോ, അടിപൊളി. എനിക്കറിയായിരുന്നു എടപ്പള്ളിയിൽ നമ്മുടെ ലുലു മോളൊരു പരിപാടി വെച്ച് ഞാൻ കലക്കുന്നു. കാര്യം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എൻ്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജേന്റെ പടം നമ്മളെല്ലാവരും കൂടി ചെയ്തൊരു നമ്മളൊരു കലക്കൻ സിനിമ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ നിൽക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. കൂടുതൽ തള്ളിമറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങള് ബാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികറില്? എന്നെ കാണാൻ മാത്രമല്ല, ഈ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്റർ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് നടുക്കർ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. താങ്ക് യു മാൻ. ഞാൻ വെച്ചാൽ മൈക്കും കൊണ്ടുപോകാൻ. യെസ്, അപ്പോ ഒരു കലക്കൻ സിനിമയാണ്, കലക്കൻ കഥയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ കഥ എഴുതിയ ആളെ നമുക്കൊന്ന് കാണണ്ടേ? നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൈറ്ററിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുവിൻചാറിനെ ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വൺ മാൻ ബിഹൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് എന്താണ് ഇൻസ്പിറേഷൻ? ഞങ്ങളെല്ലാവരും സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി. ഞാൻ കുറെ സംസാരിക്കുന്നു പറഞ്ഞ് വന്ന ആളാട്ടോ. ഞാൻ ചോദിച്ചിരുന്നു സോനിയോട് സംസാരിക്കില്ല, ഞാൻ സംസാരിക്കും, സൂപ്പറായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞ് വന്നത്. ഒരു വാക്ക് പറഞ്ഞിട്ട് തിരുന്നു അടുത്ത ചോദ്യം ചോദിച്ചത്
ഹൗ ഡു യു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്കിതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ? ലുലു മോൾ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണോ? അതെ അതെ, നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നമ്മൾ അതിലിട്ട് എഫേർട്ടിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നും വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആർഷയുണ്ട്. ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷയെന്നാണ്, എൻ്റെ വൈഫാണ്. ഇങ്ങനൊരു ആക്ടറുടെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അപ്പം താങ്ക്സ് ടു ആർഷ. ഓക്കെ, പറഞ്ഞു വിട്ടിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി, എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ്. എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ്. അപ്പോൾ ജീന്റെ ക്ലബ്ബാണ്. ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി സിനിമ സംഭവിക്കുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു സമത്. എല്ലാവരും ടീമിൽ കളിച്ചെല്ലാവരും, നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ്, അനൂപ് പ്രൊഡ്യൂസർ പല ക്യാപ്റ്റനായിരുന്നു, ജീൻ അതുപോലത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ചന്തു ഇനി ടീമിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഭാര്യയാണ് ഈ ഒരു കഥക്കുള്ളൊരു ആ ഒരു ക്യൂ തന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, അത് ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്ന മുഖം തന്നെയാണോ അത്? അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു. പക്ഷെ അത് എഴുതി കഴിഞ്ഞ് ഞാൻ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ടോവിനോണ്. ബിക്കോസ് ഞാൻ പൊക്കി പറഞ്ഞല്ല, ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ബേസിക്കലി എനിക്ക് മലയാളത്തിൽ ചെറുതായിട്ട് ഞാൻ വന്നു. ഞാൻ ഇടയ്ക്ക് സൂപ്പർ സ്റ്റാറിനാണ് വിളിക്കുന്നത് പുള്ളിക്കാൻ അറിയാതെ. അപ്പൊ എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിന് ഏറ്റവും സ്യൂട്ട് ആവുന്ന ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. യെസ്, സോ എനിവേ താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം for Suven. Ladies and gentlemen, it is time we invite to the stage the one and only Jovino Thomas. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിതാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ? അടുത്ത് പിടിക്കണോ? സോറി വീണ്ടും. അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമയായത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയും മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും, ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും, ഡയറക്ടേഴ്സിന്റെയും ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ള ഒരു സിനിമ ഇവര് 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ് ഒക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ തന്നെ വരുന്നേക്കാം, ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആകാൻ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിന്. സുഗതം, പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്. അങ്ങനെയും അല്ല അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയിലെ ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എന്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നത് എന്റെ കൂടെ. ഓക്കെ, അപ്പോ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയണത്, ഹൈറാർക്കിലല്ലേ, നോക്കി നോക്കി പറയാറ്. പിന്നെ അനൂപും ഞാനും തമ്മിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പോ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും. അത് തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ട്ണറായിട്ടും വരുന്ന ആളാണ്, ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രൂഔട്ട് സിനിമയുടെ കൂടെ നിന്നാല് ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലീമേട്ടൻ്റെ കൂടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലീമേട്ടന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവന് നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിന്റെ വെളിച്ചത്തിന് പറയാണ് ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. ബാലു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങള് പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ 1-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങള് തരംഗവും കുപ്രസിദ്ധപ്പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ ഇപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോംത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭാഗ്യയും സുരേഷ് ചേട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള കുറെ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ എന്ത് ഓക്കെ. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും, ഞാൻ പറയുന്നൊരു തമാശ ജീനിന് മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രൂവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും
അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കമ്പനി തന്ന എല്ലാവർക്കും നന്ദി. ജിഎമ്മിനും പ്രത്യേകിച്ച് നന്ദി. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ത്രൂ ഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച്. ഇതിന് ആ കൊറിയൻ സിനിമയിൽ വന്നത് പെൺകുട്ടിയെ പോലിരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമോ? ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏകതയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഫസ്റ്റ് ടൈം ആണ് ഏകത ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത്. പക്ഷെ കണ്ടപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ കൺഗ്രാജുലേഷൻസ് അല്ലേ. ഒരു ഹായ ഒരായിരം ഹായ് പോരെ. നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി. ഓ എടാ ഇങ്ങനെയാണോ അവിടെ നിൽക്കുന്ന നീ എന്താ ഇവിടെയാക്കിയത്? ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചധികം സംസാരിച്ചു, ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മെയ് 3-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും കാത്ത്. താങ്ക് യു സോ മച്ച്. അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ നിന്നപ്പോഴാണ് അരച്ചേക്കുന്നത് ഒറിജിനലാണോ? അല്ല, അത് അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി. ഒറിജിനൽ അല്ല, ഒറിജിനലാണ്. ഞാൻ അരപ്പിച്ച. ഓക്കെ, സോ ഈ ഒരു സിനിമയില് നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർ ആണ്. അപ്പൊ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികൾ? കാരണം നമ്മൾ തല്ലുമാല കണ്ടു, തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയില്. അല്ല, ഇതില് കുറച്ചെണ്ണമുണ്ട്. ഇതില് 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാള് കുറച്ച് ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടൊക്കെയാണ് ഇയാള് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സെക്കൻഡ്, ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 2 പേരെ പറ്റി പറയാൻ വിട്ടുപോയി. സൗഭികയും സുരേഷ് ഏട്ടനും. അവർ 2 പേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷെ ഷൂട്ടിങ്ങിന്റെ തിരക്കുകാരുകൊണ്ട് അവർക്ക് 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര്, ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള 2 പേരും അവർ 2 പേരുമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ. ലൈഫ് സ്റ്റൈലില് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ? അല്ല, കേൾക്കാമോ? ശബ്ദം കുറഞ്ഞോ? ഇത് അവര് സൗണ്ട് കുറയ്ക്കണുണ്ട്. ഞാൻ പറയുന്നതിന്റെ കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല. പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുമുള്ള ഇൻസിഡൻസും അതിന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പടിക്കൽ. ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ച യാദൃശ്ചികം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ബാലു ഒന്ന് ജോയിൻ ചെയ്യൂ. ചന്തു, യെസ്. ആൻഡ് നിങ്ങളെ വിളിച്ചതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഞങ്ങള് കിരീടം കണ്ടു, അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു. അപ്പോ നിങ്ങളോടാ ഇവിടെ കളിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളൊന്ന് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2 സ്റ്റെപ്പ് ഞാൻ നമുക്ക് ഈ കളി എത്ര നേരമേണയിലും തുടർന്നു കൊണ്ടുപോകും. പക്ഷെ ഡാൻസ് കളിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു സ്റ്റെപ്പ്. സംശയമുണ്ടോ? സംശയം എനിക്ക് സംശയമൊന്നുമില്ല. കളിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു ഫോട്ടോ എടുത്തു. പക്ഷെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവും. സോ നമുക്കൊരു ഫുൾ 360 ഡിഗ്രി സെൽഫി വീഡിയോ പോവാം. യെസ്, ആരെങ്കിലും ഒരു ഫോൺ തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഓൺ എ സെൽഫി വീഡിയോ. ഇത് എന്റെ ഫോണല്ലോ. And there we go.
യെസ്, താങ്ക് യു, താങ്ക്സ്. നമുക്ക് നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഒന്ന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നടികരുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിളിച്ചതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഇവിടെ കേരളത്തിലെ ഏറ്റവും അധികം ഫാഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഇത്രയും നേരം ഇവിടെ കിടന്ന് ഇച്ഛായ അദ്ദേഹം. സോ എനിവേ, യെസ്, ഓക്കെ, ആ ഒരു സന്തോഷം കണ്ടോ? യാ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഫാഷൻ